Hi all, welcome to Competitive Cracker. I am Dr. Vidya Vijayan. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ബേസിക്സ് അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും UGC നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ ഇവിടെ ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്താണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പം അവിടെ ഒരുപാടധികം പീരീഡ്സുകളുണ്ട് അല്ലേ? പീരീഡ്സ് ഓഫ് ലിറ്ററേച്ചേഴ്സ് ആർ ദെയർ. സോ ദ ഫസ്റ്റ് പീരീഡ്, ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ഓർ ആംഗ്ലോ സാക്സൺ പീരീഡ്. This is the first age of English literature and it starts from 450 and it ends in 1066. Okay. സോ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. ഒരുപാടധികം റൈറ്റേഴ്സിനെ മെൻഷൻ ചെയ്യാനില്ലെങ്കിൽ പോലും അനോണിമസ് ആയിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സും അവരുടെ റൈറ്റിങ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു പീരീഡാണ് ഓൾഡ് ഇംഗ്ലീഷ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1066 ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ 1500. മിഡിൽ ഇംഗ്ലീഷ് പീരീഡിനെ വേറെ ഒരു പേരിലും അറിയപ്പെടാറുണ്ട്. എന്താണത്? ഏജ് ഓഫ് ചോസർ അല്ലേ? ഏജ് അപ് ടു ചോസർ എന്ന് പറയുമ്പം അത് എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡാണ്. ഏജ് ഓഫ് ചോസർ എന്ന് പറയുന്നത് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ഏജ് ഓഫ് ചോസർ എന്ന് നമ്മൾ ആ പീരീഡിനെ അഡ്രസ്സ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ ലിറ്റററി കോൺട്രിബ്യൂഷൻ നടത്തിയ, ഏറ്റവും അധികം വർക്ക്സുകൾ നമുക്ക് നൽകിയിട്ടുള്ള ജെഫ്രി ചോസറിൻ്റെ ഏജ് ആയതുകൊണ്ട് മാത്രമാണ് ഈ മിഡിൽ ഇംഗ്ലീഷിനെ നമ്മൾ ഏജ് ഓഫ് ചോസർ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ഏജ് ഏതാണ് ഓർ നെക്സ്റ്റ് പീരീഡ് ഏതാണ്? The Renaissance of the early modern period and it starts from 1500 and it ends in 1660. സോ റെനസൻസ് പീരീഡ് എന്ന് പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാനുണ്ട് അല്ലേ? റെനസൻസ് പീരീഡിലാണ് റിവൈവൽ ഓഫ് ക്ലാസിക്കൽ ലേണിംഗ് സംഭവിച്ചത്. ആ ഒരു ഏജിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, സോ അല്ലെങ്കിൽ ദ റെനസൻസ് പീരീഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 different ages. The age of Shakespeare or the Elizabethan age, the Jacobean age, Caroline age and Commonwealth age. So first let's have a look at the age of Shakespeare or Elizabethan age. എന്തുകൊണ്ടാണ് റിനസൻസ് പീരീഡിലെ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ ഏജ് ഓഫ് ഷേക്സ്പിയർ എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് ആ ഒരു ടൈമിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ ആണ്. ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു റൈറ്ററാണ്, അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പോയറ്റാണ് വില്യം ഷേക്സ്പിയർ. ഒരുപാടധികം ലിറ്റററി വർക്ക്സുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ കൂടിയാണ് അദ്ദേഹം അല്ലേ? UGC നെറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും നമുക്ക് ഷേക്സ്പിയറിയൻ വർക്ക്സുകളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോയംസ്, അദ്ദേഹത്തിൻ്റെ സോണറ്റ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. ഷേക്സ്പിയറിനെ പറ്റി പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ട്രാജഡീസിനെ പറ്റിയാണ് അല്ലേ? 4 ട്രാജഡീസ് ഉണ്ട്. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാജഡീസ് എന്ന്? കിങ് ലിയർ, ഹാംലെറ്റ്, ഒത്തല്ലോ and Macbeth. These are the 4 important tragedies written by William Shakespeare. അതുപോലെ തന്നെ ഏജ് ഓഫ് ഷേക്സ്പിയർ എന്ന് മാത്രമല്ല ഒരു ഫസ്റ്റ് പീരീഡ് അറിയപ്പെടുന്നത്. എന്താണ്? എലിസബത്യൻ ഏജ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അറ്റ് ദാറ്റ് ടൈം ഇംഗ്ലണ്ട് വാസ് അണ്ടർ ദ റൂൾ ഓഫ് ക്വീൻ എലിസബത്ത് ഫസ്റ്റ്. അതുകൊണ്ടാണ് ആ പീരീഡിനെ നമ്മൾ ഏജ് ഓഫ് എലിസബത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ജക്കോബിയൻ ഏജ് ആണ്. അതായത് കിങ് ജെയിംസ് ഫസ്റ്റിൻ്റെ ഒരു ടൈമാണ്. ബൈബിൾ ട്രാൻസ്ലേഷനൊക്കെ ഈ ഒരു പീരീഡിലാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് 1603 to 1625. ഇനി അടുത്തൊരു ഏജ് എന്ന് പറയുന്നത് കരോലിൻ ഏജ് ആണ്. അതായത് നമ്മുടെ
ചാൾസ് ഒന്നാമൻ്റെ ഒരു പീരീഡാണ് 1625 to 1649. ആ ടൈമിൽ നമുക്ക് ഒരുപാടധികം റൈറ്റേഴ്സ്, അതിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ജക്കോബിയൻ ഏജ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഇയർ 1603 to 1625. കരോലിൻ ഏജ് ആണ്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1625 to 1649. ആൻഡ് ഈ ഒരു റിനസൻസ് പീരീഡിലെ ലാസ്റ്റ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? കോമൺവെൽത്ത് ഏജ്. ഒലിവർ ക്രോംവെല് ഭരണത്തിൽ വന്ന ഒരു ടൈമാണ് കോമൺവെൽത്ത് ഏജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഏജ് ഓഫ് മിൽട്ടൺ. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1649 ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ദ ഇയർ 1660. ഓക്കെ, അപ്പൊ ഇതാണ് റെനേസൻസ് പീരീഡിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നിയോ ക്ലാസിക്കൽ പീരീഡ്, അതാണ് നമ്മുടെ ഫോർത്ത് പീരീഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ നാലാമത്തെ പീരീഡ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് തന്നെയാണ് നിയോ ക്ലാസിക്കൽ പീരീഡ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1660 ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ദ ഇയർ 1785. ഇനി ഇതിനും സബ് ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ദ റെസ്റ്റോറേഷൻ. This age starts from 1660 and ends in 1700. Okay. സോ റെസ്റ്റോറേഷൻ പീരീഡിൽ ഒരുപാട് റൈറ്റേഴ്സ്, നമുക്ക് വില്യം വൈക്കർലി, വില്യം കോൺഗ്രേവ്, ഇതൊക്കെ റെസ്റ്റോറേഷൻ പീരീഡാണ്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. അതുപോലെ തന്നെ അഗസ്റ്റൻ ഏജ് ഓർ ഏജ് ഓഫ് പോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആ ഏജ് ഓഫ് പോപ്പ് നമുക്കറിയാം, അലക്സാണ്ടർ പോപ്പ് എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ട്. അപ്പോൾ ആ റൈറ്ററിന്റെ പേരിൽ കൂടിയാണ് അഗസ്റ്റൻ ഏജ് അറിയപ്പെട്ടിരുന്നത്, അല്ലേ? അപ്പം ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ ഡ്രൈഡൻ, അല്ലെ, ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ജോൺ ഡ്രൈഡൻ, അദ്ദേഹത്തിന്റെ ഒരുപാടധികം വർക്ക്സുകൾ നമുക്കുണ്ട്. മാക്ഫ്ലെക്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. അപ്പം അതൊക്കെ ഈ ഒരു ഏജിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളും റൈറ്റേഴ്സുമാണ്. ഏജ് ഓഫ് പോപ്പ്, ടു err ഈസ് ഹ്യൂമൻ, ടു forgive ഈസ് ഡിവൈൻ, ദാറ്റ്സ് എ ഫേമസ് കോട്ട് ബൈ പോപ്പ്, അല്ലെ? അപ്പം ഇതൊക്കെ പോപ്പിനെ ഓർത്തിരിക്കാൻ പറ്റുന്ന കമൻസുകളാണ്. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1700 to 1745. ഓക്കെ, ഇനി ഏജ് ഓഫ് സെൻസിബിലിറ്റി ഓർ ഏജ് ഓഫ് ഡോക്ടർ ജോൺസൺ. നമുക്ക് അറിയാവുന്ന ഒരു റൈറ്റർ തന്നെയാണ് ഡോക്ടർ ജോൺസൺ, അല്ലേ? അപ്പം ഏജ് ഓഫ് സെൻസിബിലിറ്റി ഇൻ ടോട്ടൽ നിയോ ക്ലാസിക്കൽ പീരീഡിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം എപ്പോഴും അതിനെ അസോസിയേറ്റ് ചെയ്യുന്നത് ഏജ് ഓഫ് ഡ്രൈഡൻ, അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഡ്രൈഡൻ, പോപ്പ്, ഡോക്ടർ ജോൺസൺ, ഇവരൊക്കെയാണ്. അപ്പം ഇവിടെ വീണ്ടും നമ്മൾ ഏജ് ഓഫ് ഡോക്ടർ ജോൺസൺ അഡ്രസ് ചെയ്തു. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1745-ലും എൻഡ് ചെയ്യുന്നത് 1785-ലുമാണ്. അപ്പൊ ഡോക്ടർ ജോൺസനെ പറയുമ്പം ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്താണ്? നമുക്ക് ഒരു ഡിക്ഷണറി കോൺട്രിബ്യൂട്ട് ചെയ്ത റൈറ്ററാണ് ഡോക്ടർ ജോൺസൺ, അല്ലെ? അപ്പൊ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിയോ ക്ലാസിക്കൽ ഏജ് നമ്മൾ അവിടെ എൻഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? ദ റൊമാൻറ്റിക് പീരീഡ്. And it starts from 1785 and it ends in 1835. So റൊമാൻറ്റിക് പീരീഡ് പറയുമ്പം ലിറിക്കൽ ബാലഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? വില്യം വേർഡ്സ്വർത്ത്, ജോൺ കീറ്റ്സ്, പി.ബി. ഷെല്ലി, ഇവരൊക്കെയാണ് റൊമാൻറ്റിക് പീരീഡിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ്. അപ്പം ഇവരെയൊക്കെ പറയുമ്പം ഷെല്ലിയുടെ ഡയലോഗ്സുകൾ, അല്ലെങ്കിൽ എന്താണ്, ജോൺ കീറ്റ്സ്, എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ, ആൻഡ് അതുപോലെ തന്നെ വില്യം വേർഡ്സ്വർത്തിൻ്റെയും കോളറിജിൻ്റെയും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് ലിറിക്കൽ ബാലഡ്സ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1798. റൊമാൻറ്റിക് പീരീഡിലെ ഏറ്റവും ഒരു മൈൽ സ്റ്റോൺ വർക്കായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒന്നാണ് ലിറിക്കൽ ബാലഡ്സ്, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആരാണ്? ഷെല്ലി, അല്ലേ? ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ഇതൊക്കെയാണ് ഇവരെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കുറേയധികം ഡയലോഗുകൾ, അല്ലെങ്കിൽ അവരുടെയൊക്കെ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലൈൻസുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം ഇവർ മാത്രമല്ല റൊമാൻറ്റിക് പീരീഡിലുള്ളത്, അല്ലേ? ഇതൊരു ഇൻട്രോ ആയിട്ട് മാത്രം കാണുക. ഒരുപാട് റൈറ്റേഴ്സ് നമുക്ക് ഈ പീരീഡുകളിലുണ്ട്. അപ്പം അവരെ എല്ലാം ഫോക്കസ് ചെയ്യണം. അവരുടെ എല്ലാം വർക്ക്സിൽ നിന്ന് ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും നമുക്ക് കവർ ചെയ്യണം, അല്ലേ? ഇനി അടുത്ത പീരീഡ് ഏതാണ്? വിക്ടോറിയൻ പീരീഡ്.
വിക്ടോറിയൻ പീരീഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ പറയുന്നതിന് മുമ്പായി ഈ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1837 എൻഡ് ചെയ്യുന്നത് 1901 അപ്പം വിക്ടോറിയൻ പീരീഡിൽ ആ ഒരു ടൈം എന്തുകൊണ്ടാണ് വിക്ടോറിയൻ പീരീഡ് എന്നറിയപ്പെടുന്നത്? ഓഫ് കോഴ്സ് അറ്റ് ദാറ്റ് ടൈം ബ്രിട്ടൻ വാസ് അണ്ടർ ദ റൂൾ ഓഫ് ക്വീൻ വിക്ടോറിയ അല്ലേ? അതുകൊണ്ടാണ് വിക്ടോറിയൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. വിക്ടോറിയൻ പീരീഡ് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരും. എന്താണ്? ദ വിക്ടോറിയൻ ഡിലെമ, ദറ്റ് ഈസ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സയൻസ് ആൻഡ് റിലീജിയൻ. അറ്റ് ദാറ്റ് ടൈം എവ്രിബഡി ഈസ് കൺഫ്യൂസ്ഡ് അല്ലേ? വെദർ ടു ബിലീവ് ഇൻ സയൻസ് ഓർ വെദർ ടു ബിലീവ് ഇൻ റിലീജിയൻ. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ നിലനിന്നിരുന്ന ഒരു ടൈമാണ് വിക്ടോറിയൻ പീരീഡ്. അപ്പം നമ്മുടെ തോമസ് ഹാർഡി പോലുള്ള റൈറ്റേഴ്സ് ആണ് വിക്ടോറിയൻ പീരീഡിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് പീരീഡ് ഓഫ് ലിറ്ററേച്ചർ, ദി എഡ്വേർഡിയൻ പീരീഡ്. ഇറ്റ് സ്റ്റാർട്ട്സ്, ഇതൊക്കെ വളരെ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡ്സുകൾ കഴിയുമ്പം നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ കൂടി നമ്മൾ മെൻഷൻ ചെയ്യേണ്ട പീരീഡുകളാണ് എഡ്വേർഡിയൻ പീരീഡ് ആൻഡ് ജോർജിയൻ പീരീഡ്. എഡ്വേർഡിയൻ പീരീഡ് സ്റ്റാർട്ട്സ് ഫ്രം 1901 ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ 1914 ആൻഡ് ദ ജോർജിയൻ പീരീഡ് സ്റ്റാർട്ട്സ് ഫ്രം 1910 ആൻഡ് എൻഡ്സ് ഇൻ 1936. അപ്പോൾ ഈ ഒരു പീരീഡിൽ നമ്മൾ ഏതൊക്കെ റൈറ്റേഴ്സിനെയാണ് കിങ് ആ ടൈം റൂൾ ചെയ്തിരുന്നത് കിങ് എഡ്വേർഡ് ആണ്. അതുപോലെ തന്നെ ജോർജ് രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്നതാണ് ജോർജിയൻ പീരീഡ്. ഇനി നെക്സ്റ്റ് ഒരു പീരീഡിലേക്ക് വരുമ്പം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജ് എന്ന് പറയുന്നതാണ് ദി മോഡേൺ ഏജ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1914 ആൻഡ് എന്താണ് എൻസിൻ. ആ ഇയർ ഞാനിവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ് അല്ലേ? എന്തുകൊണ്ടായിരിക്കാം? വളരെ പ്രിസൈസ് ആയിട്ട് ആ ഒരു ഇയർ മെൻഷൻ ചെയ്യുന്നില്ല ലിറ്റററി ഫീൽഡിൽ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാർട്ട് ഇങ്ങനെ എംപ്റ്റി ആക്കി ഇട്ടിരിക്കുന്നത്. ഇനി മോഡേൺ ഏജ് എന്ന് പറയുമ്പം ഓഫ് കോഴ്സ് എന്താണ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ നടന്ന ഒരു ടൈമാണ്. മോഡേൺ ഏജിൽ എവറിത്തിങ് ആ ഒരു മാക്സിമാണ് അവർ യൂസ് ചെയ്യുന്നത് ടു മേക്ക് ഇറ്റ് ന്യൂ. നമ്മുടെ എസ്രാ പൗണ്ട്, T.S. എലിയറ്റ് പോലുള്ള റൈറ്റേഴ്സൊക്കെ ഈ മോഡേൺ ഏജിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോസ്റ്റ് മോഡേൺ ഏജ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഇയർ 1945. അവിടെയും നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ടൊരു ഇയർ മെൻഷൻ ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു പ്ലേസും ബ്ലാങ്കായി ഇടുകയാണ്. ആൻഡ് ഫൈനലി വി ഹാവ് കണ്ടംപററി ലിറ്ററേച്ചർ. അതായത് എന്താണ്, ഇനി ഈ ഒരു ടൈം, നമ്മുടെ ഇപ്പോഴത്തെ ടൈം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ, ഇതെല്ലാം ഈ ഒരു കണ്ടംപററി ലിറ്ററേച്ചറിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ? പോസ്റ്റ് മോഡേൺ ഏജിന് ശേഷമുള്ളതെല്ലാം തന്നെ കണ്ടംപററി ലിറ്ററേച്ചർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അങ്ങനെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന് ശേഷം ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ലിറ്ററേച്ചർ ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓഫ് കോഴ്സ് ദ ഫസ്റ്റ് തിങ് ഇന്ത്യൻ ലിറ്ററേച്ചർ, ബിക്കോസ് വി ബിലോങ് ടു ഇന്ത്യ അല്ലേ? അപ്പം നമ്മൾ ഇന്ത്യക്കാർക്ക് എപ്പോഴും ഇന്ത്യൻ ലിറ്ററേച്ചറിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേക ഒരു ലൈക്കിംഗ് ഉണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ, അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ നോവൽസ് ഉണ്ട്, ഇന്ത്യൻ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, ഇന്ത്യൻ പോയംസ് ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഫോക്കസ് ചെയ്യണം. ഇന്ത്യൻ നോവൽസിൽ തന്നെ പറയുമ്പോൾ ഒരുപാട് ഫേമസ് റൈറ്റേഴ്സ്, മുൽക്ക് രാജാനന്ദ്, രാജാ റാവു ആൻഡ് ഖുഷ്വന്ത് സിംഗ് ആൻഡ് അറ്റ് ദ സെയിം ടൈം R.K. നാരായൺ, ഇവരൊക്കെ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശശി തരൂർ, ഹീ ഈസ് ഓൾസോ ഫേമസ് ആസ് എൻ ഇന്ത്യൻ നോവലിസ്റ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അരവിന്ദ് അഡിഗ ആൻഡ് വി ഹാവ് അരുന്ധതി റോയി, അനീത ദേശായി. സോ ഇവരൊക്കെ ഒരുപാട് വളരെ അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാറാ ജോസഫ്, ഇവരൊക്കെ നമുക്ക് ഒരുപാട് വർക്ക്സുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സാണ്. അപ്പം ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? എന്തുകൊണ്ട്? ഇതും വളരെ വാസ്റ്റായിട്ടുള്ള ഒരു സിലബസ് ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ട് വി ഹാവ് ടു ഗീവ് സ്പെഷ്യൽ എംഫസിസ് ടു ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇനി അടുത്ത് എന്താണ്? അമേരിക്കൻ ലിറ്ററേച്ചർ. അമേരിക്കൻ ലിറ്ററേച്ചറും സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കല്ല. എന്താണ്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഓരോ ലിറ്ററേച്ചറും, ഓരോ കൺട്രിയും ഓരോ ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അപ്പം അവർക്ക് അവരുടെ റൈറ്റേഴ്സിനെ മെൻഷൻ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ വർക്ക്സുകൾ മെൻഷൻ ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു സ്പെഷ്യൽ പാഷനാണ് അല്ലേ? അപ്പം അതുപോലെ തന്നെ അമേരിക്കൻ ലിറ്ററേച്ചറിനെ ഒരിക്കലും നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. വളരെ വാസ്റ്റായിട്ടുള്ള ഒരു സിലബസ്, അല്ലെങ്കിൽ വളരെ വളരെ ആധികാരികമായി പറയേണ്ട ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ലിറ്ററേച്ചറാണ് അമേരിക്കൻ ലിറ്ററേച്ചർ. അപ്പോൾ അമേരിക്കൻ ലിറ്ററേച്ചർ പറയുമ്പം വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ,
ഫസ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് എന്താ, ഇമേഴ്സൺ ഉണ്ട്, വോൾട്ട് വിറ്റ്മാൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് അല്ലെ, ഹൂസ് പോയട്രി ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം. അതാണ് റോബർട്ട് ഫ്രോസ്റ്റിനെ പറ്റി പറയുമ്പോൾ വരുന്ന ഫസ്റ്റ് ലൈൻ. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഒരു കമന്റും കൂടി പറയാം, എന്താണ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, ദീസ് ആർ ദ ഫേമസ് ലൈൻസ് ഫ്രം Stopping by Woods on a Snowy Evening, which is a very famous work written by Robert Frost. So അങ്ങനെ ഒരുപാട് അധികം റൈറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഒരു റൈറ്ററിനെ അല്ലെങ്കിൽ രണ്ട് റൈറ്റേഴ്സിനെ മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നോൺ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. സോ അതിൽ വരുന്നത് ഏതൊക്കെയാണ്? ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഈസ് ദയർ, കനേഡിയൻ ലിറ്ററേച്ചർ ഈസ് ദയർ, ലാറ്റിൻ അമേരിക്കൻ ലിറ്ററേച്ചർ ഈസ് ദയർ, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലിറ്ററേച്ചർ. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ലിറ്ററേച്ചർ ഉള്ള ഒന്നാണ് നോൺ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. ഇന്ത്യനും അമേരിക്കനും ഒക്കെ നോൺ ബ്രിട്ടീഷ് ആണ്. പക്ഷേ നമ്മൾ സ്പെഷ്യൽ മെൻഷനിങ് പോകുമ്പോൾ നോൺ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ ആഫ്രിക്കൻ, കനേഡിയൻ, ലാറ്റിൻ അമേരിക്കൻ, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഇതെല്ലാം നോൺ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആയിട്ടാണ് പറയുന്നത്. ഇതെല്ലാം സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് നമ്മൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്ററേച്ചർ, പിന്നെ ഈ ആഫ്രിക്കൻ ലിറ്ററേച്ചർ, കനേഡിയൻ, ലാറ്റിൻ അമേരിക്കൻ ലിറ്ററേച്ചർ, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലിറ്ററേച്ചർ, ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ സിലബസിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിനു അച്യുബെ, ബെൻ ഓക്രി, ടോണി മോറിസൺ ഇതുപോലുള്ള റൈറ്റേഴ്സ് ഒക്കെ പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് ആണ് അല്ലേ. അതുപോലെ തന്നെ സൽമാൻ റുഷ്ദി ഉണ്ട്. അപ്പം ഇവരെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം, ഇവരുടെ വർക്ക്സുകളും കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മൾ പഠിക്കണം, ഇവരുടെ ഈ വർക്ക്സുകളൊക്കെ പബ്ലിഷ് ചെയ്ത വർഷങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കണം. ഇനി യൂറോപ്യൻ ലിറ്ററേച്ചർ, അതും നമ്മൾ പഠിക്കേണ്ട ഒരു മാറ്റർ തന്നെയാണ്. അതിൽ ഒരുപാട് സബ് ഡിവിഷൻസ് വരുന്നുണ്ട്, ഒരുപാട് വർക്ക്സുകളും ഒരുപാട് റൈറ്റേഴ്സും ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് യൂറോപ്യൻ ലിറ്ററേച്ചർ. ആൻഡ് ഫൈനലി വി ഹാവ് ദളിത് ലിറ്ററേച്ചർ അല്ലേ. ദളിത് ലിറ്ററേച്ചർ പറയാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്താണ് ദളിത് അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ സമൂഹത്തിലെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന പലരുടെ കാര്യങ്ങളും എന്താണ് ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ആണ് ദളിത് റൈറ്റേഴ്സ് അല്ലെ. അതുകൊണ്ട് തന്നെ അവരുടെ ലിറ്ററേച്ചർ എന്ന് പറയുമ്പം വേൾഡ് വൈഡ് അറ്റൻഷൻ സീക്ക് ചെയ്ത ഒരു കാറ്റഗറി തന്നെയാണ്. അപ്പം അവിടെയും ഒരുപാട് റൈറ്റേഴ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരുടെ വർക്ക്സുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഇത്രയും ടോപ്പിക്സുകൾ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്ത്? നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അല്ലെങ്കിൽ കൃത്യമായ ഒരു സിലബസ് ഫോളോ അപ്പിലൂടെ മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ എന്താണ്, മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ് അതൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, റിവിഷൻ. ഓരോ കാര്യത്തിലും അല്ലെങ്കിൽ ഓരോ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചറിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കവർ ചെയ്ത പോർഷൻസ് ഇതൊക്കെ ടൈം കിട്ടുമ്പോൾ റിവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, വി ആർ വൺസ് അഗെയിൻ ഗോയിങ് ത്രൂ ദ സെയിം പേജസ് ഓർ സെയിം ഇൻഫർമേഷൻ ഓർ സെയിം നോളജ് അല്ലേ. അപ്പം അതാണ് റിവിഷനിൽ സംഭവിക്കുന്നത്. റിവിഷൻ ഈസ് മസ്റ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഈ നെറ്റ് എക്സാമിൻ്റെ ഓരോ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഈസിലി കിട്ടണമെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസിലൂടെ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഫൈനലി മോക്ക് ടെസ്റ്റ്. അതായത് ഓരോ ഫൈനൽ അറ്റംപ്റ്റിന് മുമ്പായിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാക്കേജാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും കൃത്യമായിട്ടുള്ള സിലബസ് അപ്ഡേഷനും അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് പ്ലാനിങ്ങും അതുപോലെ തന്നെ ഓരോ സിലബസിലും ഓരോ യൂണിറ്റിലും വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളെ ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയുകയാണ്. ലോങ് ടേം ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആരും ഈ അവസരം മിസ്സാക്കരുത്. എല്ലാവരും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ലോങ് ടേം ബാച്ച്, അതായത് UGC ഡിസംബറിൽ വരുന്ന നെറ്റ് എക്സാമിന് നിങ്ങളെ
എന്താണ് കേപ്പബിൾ ആക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9778826292. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുമല്ലോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.